ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു സ്വീറ്റാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ തേങ്ങ ചിരവിയത് മുഴുവനും ഇതിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജാറടച്ച് വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ചെറിയൊരു തരിയോടുകൂടി തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 6 ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു 6 പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 200 ഗ്രാം ശർക്കര ഉണ്ടാവും. ഇനി നമുക്ക് ഇത് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് വേണ്ട, പിന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ വെള്ളത്തിൽ ആണ് ഇത് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഉള്ളിലേക്ക് കുത്തുന്ന ആ ഒരു കല്ല് വെച്ചിട്ട് ഒന്നങ്ങ് കുത്തി കൊടുത്താൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉരുക്കി കിട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാട്ടോ, ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കര മുഴുവനായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കല്ലോ മണലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി ഇവിടെ നന്നായിട്ട് തിളച്ച് ഇതുപോലെ പതഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വരണം. തേങ്ങയിലുള്ള വെള്ളം വറ്റണം, അതുപോലെ തന്നെ ഈ ശർക്കര പാനിയും ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഈ ഒരു സമയത്ത് ഇളക്കി വറ്റിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഇതിൽ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വറ്റി കിട്ടാനുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ അടിക്ക് പിടിക്കില്ല. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി കൂടരുത് കേട്ടോ, 1/4 കപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല നൈസായിട്ടുള്ള വറുത്ത് വെച്ചിട്ടുള്ള പൊടിയാണിത്. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നല്ല ഡ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുത്താൽ മാത്രമേ ഇത് നല്ല സെറ്റായി കിട്ടുള്ളൂ. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയതായി ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരണം. ഇപ്പോൾ ഇത് ഒരുമിച്ച് എല്ലാം കൂടെ ഒരു ഉരുണ്ട് വരുന്ന ആ ഒരു പരുവത്തിലാക്കി കിട്ടണം കേട്ടോ, എന്നാലേ ഇത് റെഡി ആവുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയാൽ മാത്രമേ ഇത് നല്ല സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിലുള്ള ആ ഒരു സെറ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നെയ്യൊക്കെ എല്ലാ ഭാഗത്തു നിന്ന് എത്താൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറുന്നതിന് മുമ്പായിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മൈസൂർ പാക്കൊക്കെ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് പോലെ തന്നെ ചൂടോടുകൂടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങനെയും സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു പാത്രത്തിൽ അല്പം നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മൈസൂർ പാക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു വിധത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പൂണുമ്മേൽ അല്പം നെയ്യൊന്ന് തടവി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്പൂണുമ്മേൽ തന്നെ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പിന്നെ അത് സെറ്റായി കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും, പിന്നെ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടില്ല. അപ്പോൾ ഞാനിതുപോലെ എല്ലാതും സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയ കാഷ്യൂനട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സെറ്റായതിന് ശേഷം നമുക്കിത് വേർപ്പെടുത്തിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പിറ്റേ ദിവസമാണ് എല്ലാതും വേർപ്പെടുത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടമാവുന്ന നല്ലൊരു തേങ്ങ മിഠായിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.